വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊരു നോർമൽ വ്ളോഗാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ കിർഗിസ്ഥാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ വീട്ടിൽ പെസ്റ്റ് കൺട്രോൾ നടക്കുകയാണ് കേട്ടോ. കാരണം ഒരുപാട് കോക്രോച്ചസ് ഭയങ്കര കൂടുതലായിട്ട് നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ പുറത്ത് വേറെ റൂം എടുത്തിട്ടാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസം കഴിയും നമ്മൾ ആ പെസ്റ്റ് കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ്. അതായത് 2 ദിവസം 1 മണിക്കൂറുള്ള പെസ്റ്റ് കൺട്രോൾ. പക്ഷേ അത് നമ്മൾ ഫുള്ള് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് അതിനുള്ള ആരും സ്റ്റേ ചെയ്യാനൊന്നും പാടില്ല. അപ്പം മാത്രമാണ് അത് ഭയങ്കര എഫക്റ്റീവ് ആവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് റൂം എടുത്ത് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നു ഇവിടെ. അപ്പോൾ ഇന്നലെ ഞങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഇവിടെ തന്നെ ഇരുന്നു. ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എവിടെ പോകാനൊന്നുമില്ല, രാത്രി സിനിമയൊക്കെ കണ്ട് ഇവിടെ തന്നെ ഇരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സിനിമയ്ക്ക് വേണ്ടി പോവാണ്. തീരുമാനിച്ചില്ല ഏതാ സിനിമ എന്നുള്ളത്. 2 സിനിമകളാണ് ഞങ്ങൾ ഓപ്ഷനിലുള്ളത്. ഫസ്റ്റത്തെ വാഴ, സെക്കൻഡ് ഡിമോട്ടി കോളനി എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ട് തമിഴിൽ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അടിപൊളിയാണ്, സെക്കൻഡ് പാർട്ടും അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളത് കേട്ടു. അപ്പോൾ അതിന് പോകാമെന്നുള്ള 2 ഓപ്ഷൻസാണുള്ളത്. ഇതുവരെ തീരുമാനിച്ചില്ല ഏതിന് പോകണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങണം. വിച്ചും അഞ്ചും ഒക്കെ ഇപ്പോൾ വരും. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി സിനിമയ്ക്ക് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് കിർഗിസ്ഥാനിൽ പോകുമ്പം എന്തൊക്കെയാണോ എടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ സ്കിന്നിന് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട് കേട്ടോ. അത് സൺ എക്സ്പോഷറിനും കൊണ്ടാണെന്നാണ് പറയുന്നത്. കാരണം ഒരു ദിവസം ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നപ്പം, അതായത് എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ പോയി തിരിച്ച് വന്നപ്പോൾ എനിക്ക് ഇവിടെ ഒരു നമ്മളിങ്ങനെ പൊള്ളിക്കഴിഞ്ഞാൽ ഒക്കെ നമുക്കിങ്ങനെ തോല് നീങ്ങില്ല, അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ഡ്രൈനെസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മോയ്സ്ചറൈസറൊക്കെ രാവിലെ രാത്രിയൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഡ്രൈനെസ് ആയിരുന്നില്ല, ആക്ച്വലി അത് സൺബേൺ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് കണ്ടപ്പോൾ തോന്നിയതാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പോൾ രാവിലെ എനിക്ക് മൺഡേ മോർണിംഗ് എനിക്ക് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം 11:30-12 മണിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ചടപടയെന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പാക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി കൊടുക്കണം. കിച്ചണിലൊക്കെ ഞങ്ങൾക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്. 2 വീട്ടിലേക്കുള്ള സാധനം കിച്ചണിൽ തന്നെ ഉണ്ട്. അതൊക്കെ മാറ്റി നമ്മളെല്ലാം മൂടി പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് എല്ലാം അതിനെ കവർ ചെയ്തിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. 3 മണിക്കാണ് നമ്മളുടെ പെസ്റ്റ് കൺട്രോളിൻ്റെ അപ്പോയിൻമെൻ്റ് ഉള്ളത്. എങ്ങനെയൊക്കെയോ ഒക്കെ തട്ടിക്കൂട്ടി, ഭക്ഷണമൊന്നും വെച്ചിട്ടില്ല വീട്ടിലെല്ലാം പുറത്തുനിന്ന് മേടിക്കായിരുന്നു. എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നേരെ നമ്മൾ ഇവിടെ റൂം എടുത്ത്, നമ്മൾ മറീനയിലായിരുന്നു റൂം എടുത്ത്, ഇവിടേക്ക് വരാണ്ട് ചെയ്തത്. അപ്പോൾ ഒരു സാധനങ്ങളും സത്യം പറഞ്ഞാൽ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം വിചാരിച്ചു. പക്ഷേ എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് പോയി. ഞങ്ങൾ വാൾഡ്രോബ്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് എല്ലാം പാക്ക് ചെയ്ത് പോയി. പാക്ക് ചെയ്തിട്ടെല്ലാം ഞങ്ങൾ കവറിൽ കെട്ടി ഫുള്ളിങ്ങനെ ഫുള്ള് കെട്ടി വെച്ച് പോയി. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനിയിപ്പോൾ ഓരോ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇല്ല ഡ്രസ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സ് എൻ്റെ അഞ്ചുവിൻ്റെ ഡ്രസ്സാണ്. ഞാൻ ആകെ 2 പാൻറ്റും 2 ടോപ്പും എടുത്തിട്ടാണ് വന്നത്. അത് മാച്ച് ആവാത്ത 2 ടോപ്പ് എടുത്തിട്ട് വന്നപ്പം ഇത് പഞ്ചുവിൻ്റെ ടോപ്പ് എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. പഞ്ചുവിനും എനിക്കൊക്കെ ഏകദേശം ഒരേ സൈസായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സുകളൊക്കെ മാറ്റി ഇടാൻ വേണ്ടി തുടങ്ങി. അഞ്ചുവിൻ്റെ ഡ്രസ്സിലും ഞാൻ അഞ്ചുവിൻ്റെ ഡ്രസ്സിലും. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് പരിപാടികൾ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ വ്ളോഗ്സ് നമ്മളിവിടെ ദുബായിലുള്ള വ്ളോഗുകളൊന്നും വളരെ കുറവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചു എന്തായാലും നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്നുള്ളത്. വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മിനിറ്റ് വേഗം റെഡി ആവാൻ വേണ്ടിയിട്ട് അരച്ച് വിളിച്ചാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബോക്സ് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. ഇതന്നെയായിരുന്നു ലോണ്ട്രി പൗച്ചാണ് കേട്ടോ. അത് അഞ്ചുവിൻ്റെ പൗച്ച്. അത് ശരിക്കും എനിക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചെറിയ പൗച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഞ്ചുവിൻ്റെ അടുത്ത് നിർത്ത പൗച്ചാണ്. അപ്പോൾ ഇതേ സാധനം തന്നെ കൊണ്ടുവന്നേ. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി എൻ്റെ സ്കിന്ന് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണ് അവിടെയൊക്കെ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ എനിക്ക് തന്നിട്ടുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം ഉപയോഗിച്ച്, സൺസ്ക്രീൻ തന്നില്ല മോയ്സ്ചറൈസറും ലോഷനും മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഞാൻ ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഞാൻ വേറെയും കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടു. അതായത് നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണ്, ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റാഫിൽ യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ
കയ്യും കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വില ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു മാസം യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസറാണെന്ന് വെച്ചാൽ അതിലേക്ക് സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു മോയ്സ്ചറൈസർ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇതിനും ഭയങ്കര വില 98 dirhams ആണ് കേട്ടോ ഇതിന്. നാട്ടിൽ ചിലപ്പോൾ ഇതിന് കുറച്ചും കൂടി കുറവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഈ ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയണമെന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു എനിക്ക് എഫക്റ്റഡ് ഏരിയാസിൽ മാത്രം ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽമെൻറ്റും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാത്രിയാണ് ഉള്ളത്, രാത്രി മാത്രം ഇട്ടാൽ മതി. സോ നമുക്ക് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് എല്ലാം കാണിച്ചിട്ട്. സോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ആകെ 2 ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് 2ആണ് ഞാൻ എടുത്ത ലിപ്സ്റ്റിക്ക്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഫേസിലൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ ഇടുന്നത്. എനിക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിടണോ? ഇട്ട് നോക്കാം ഫസ്റ്റ്, എന്നിട്ട് ഞാൻ ഏതാണ് ഷെയ്ഡ് ഞാൻ ഇടുന്നത് എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു സ്റ്റാൻഡ് വെച്ച് തൽക്കാലം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കുന്ന പോലെ തോന്നും. നമുക്ക് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത പോലത്തെ ഒരു ഫീൽ കിട്ടും കേട്ടോ. എൻ്റെ മുടി കണ്ട് നിങ്ങളാരും പഠിക്കണ്ട, ഞാനിപ്പോൾ ജസ്റ്റ് മേലൊക്കെ കഴുകി വന്നതേ ഉള്ളൂ കേട്ടോ. അതാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് മുടി. പിന്നെ എനിക്കിപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് ഇങ്ങനെ മുടി കെട്ടുന്നത്, ഭയങ്കര സുഖമാണ്. കാരണം ചൂട് എനിക്കിങ്ങനെ മുടി ഇങ്ങനെ അഴിച്ചിടുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ യൂസ്ഡ് അല്ല, അങ്ങനെ മുടി ഇങ്ങനെ ഫുൾ ടൈം ഓപ്പൺ എയർ ആക്കി ഇട്ടിട്ട് അത്ര യൂസ്ഡ് അല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ഭയങ്കര ഒക്കേഷണലി ഒക്കെയാണ് അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഷെയ്ഡ് ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ന്യൂഡ് കളറാണ്, അപ്പം ഒന്ന് ഷെയ്ഡ് ലൈറ്റ് ആവും. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് കുറച്ച് വ്ളോഗുകളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് ഇത്രയും കാലം അങ്ങനെ കുറച്ച് കാലം എനിക്കങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കുറച്ച് വ്ളോഗുകളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചാൽ ഇനി കുറച്ച് ടൈം നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടൊരു വ്ളോഗ്സൊക്കെ ചെയ്യാമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നുള്ളത്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സോറി, എൻ്റെ ലിപ്പ് ലൈനർ ഇട്ടിട്ടില്ല. ലിപ്പ് ലൈനർ ഇട്ടിട്ടില്ലെങ്കിൽ പൊട്ടും തന്നെ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഷെയ്ഡ്സ് അത്ര ലോങ് ലാസ്റ്റിംഗ് ഷെയ്ഡ്സ് അല്ല. ഇതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ലിപ്സൊക്കെ ഒന്ന് ഭയങ്കര ഡ്രസ്സായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നും. ചീർപ്പൊക്കെ എവിടേക്കാണ് നമുക്ക് പോയി നോക്കണം. ചീർപ്പൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ എവിടെയെങ്കിലും പോയി നോക്കിയിട്ട് ചീർപ്പൊക്കെ എവിടേക്കുമാണ്, അപ്പോൾ എവിടെയുള്ളതെന്നൊക്കെ പോയി നോക്കട്ടെ. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വീഡിയോ വെച്ചാൽ ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾക്ക് അണ്ടർ ആംസിൽ ഭയങ്കര ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതൊരു അണ്ടർ ആം റോളറാണ് കേട്ടോ. ഇത് സിറോണ ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ. അതിൻ്റെ സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ്. നല്ല ഭയങ്കര റിഫ്രഷിങ് സ്മെല്ലാണ്. ഭയങ്കര കുത്തുന്ന പോലത്തെ സ്മെല്ലല്ല, ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഡാർക്ക്നെസ് കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഓൾമോസ്റ്റ് തീരാനായി, ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ. ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ പോലത്തെയാണ്. അപ്പോൾ നമുക്ക് ബാഗിലൊക്കെ ഇട്ട് വയ്ക്കാനും പൊട്ടിപ്പോണുള്ള അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര നല്ല സുഖമാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും നമ്മളെ ബാഗിലൊക്കെ എടുത്തിടാനും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ കൺട്രോൾ ബോഡി ഓർഡർ ആൻഡ് റെഡ്യൂസ് പിഗ്മെൻറ്റേഷൻ. പക്ഷെ അത് സത്യമാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ കുറയുന്ന പോലെ തോന്നി. എനിക്ക് അണ്ടർ ആംസിൽ ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആയിരുന്നു, കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചാണ്, ഇവിടെ നിന്ന് മേടിച്ചതല്ല. നാട്ടിൽ നിന്ന് ഞാൻ നയിക്കുന്നതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാൽ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യം നാട്ടിൽ പോയാൽ ഇനി ഒന്നും കൂടി മേടിക്കണം. ഇവിടെ അത്ര റേറ്റ് ഒന്നും അറിയില്ല, ഇവിടുത്തെ റേറ്റ് ഇതൊന്ന് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഇതൊന്നും കൂടി മേടിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അർജു പടം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജു ഏത് പടം സെർച്ച് ചെയ്യുന്നത്? ഡിമോണ്ടെ ഗോൾഡ് ആയിരിക്കും മിക്കവാറും. യെസ്, അർജു ഒരു തമിഴ് പയ്യനായോണ്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാഴ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാണാൻ. എന്തായാലും ഞങ്ങൾ നാളെയോ മറ്റന്നാളോ പോയി വാഴ കാണുന്നതായിരിക്കും. വാഴ കാണണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അർജു പറഞ്ഞ് ഡിമോണ്ടി ക്വാളിറ്റി കണ്ടാൽ മതിയെന്ന്. പക്ഷെ ഫസ്റ്റ് പാർട്ട് സൂപ്പർ ആയിരുന്നില്ല അർജു? നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്ത് നോക്കണം കേട്ടോ. സെക്കൻഡ് പാർട്ട് ഒരു ഓക്കെ എന്നാണ് റിവ്യൂ കണ്ടേ.
അറിയില്ല, പോയി നോക്കണം. ഓണക്കുഴി കാണാനേ ഉണ്ടെന്ന് ആൾക്കാരെ പറഞ്ഞു. ശശി കണ്ടില്ലേ? അമ്മയ്ക്കാണെങ്കിൽ വാഴ കണ്ടേ പറ്റൂ, പക്ഷെ അർജുനാണെങ്കിൽ അഭിപ്രായം വേറെയാണ്. ആയിരുന്നു ഞങ്ങൾ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് മേടിച്ചു കേട്ടോ. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ നേരം ഇതിൽ കളിക്കണ്ടായിരുന്നു. ഒരു ബ്ലോക്സ് കാണിക്കുക എങ്ങനെയാ ഉണ്ടാക്കിയ കാണട്ടെ. ഓ പൊട്ടിപ്പോയി, സാരില്ല പോട്ടെ എനിക്ക് പറയായിരുന്നു. യെസ്, എന്ത് വലിയ ബ്ലോക്സാ, സൂപ്പർ, അടിപൊളിയാണല്ലോ. നമ്മൾ റെഡി ആയിട്ട് നേരെ താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇവിടെ താഴത്ത് കുറേ നേരം നിർത്താൻ വേണ്ടി പറ്റില്ല, അപ്പോൾ നമുക്ക് താഴത്ത് പോയി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ റോഡിൽ അങ്ങനെ കുറേ നേരം നിർത്താൻ വേണ്ടി സമ്മതിക്കില്ല, പിന്നെ പാർക്കിംഗ് സ്ലോട്ട്സ് അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം താഴത്ത് പോയി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും. പക്ഷേ ഈ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ലൈവ്ലിയാണ്, ഭയങ്കര രസമാണ് ഈ ഏരിയ കാണാൻ വേണ്ടിയിട്ട്. കുറേ കാലമായിട്ട് എനിക്ക് ഡൗട്ടായിരുന്നു ഈ ഒരു വീൽ കറങ്ങുമോ ഇല്ലേ എന്നൊക്കെ. നമ്മൾ എക്സിബിഷനിലൊക്കെ നാട്ടിൽ കാണാറില്ലേ, പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ തീരെ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത്. കാരണം അതിന് എന്തോ സേഫ്റ്റി ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം അത് നിർത്തി വെച്ചിരിക്കുകയെന്നാണ് കേട്ടോ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എനിക്കറിയില്ല കറക്റ്റ് ആണോ എന്ന് എവിടുന്നോ കേട്ടതാണ് കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അയറു ഭയങ്കര കളിയായിരുന്നു. അയറുവിന് ഇപ്പോൾ ഉള്ള സ്ഥിരം സ്വഭാവമാണ് റോഡിലേക്ക് ഓടുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബാക്കിൽ തന്നെ പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിച്ചുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിച്ചു ഒരു 10-15 മിനിറ്റിൽ അഞ്ജുവിനെ പിക്ക് ചെയ്തിട്ട് വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം കഴിഞ്ഞ ഒരു മാസത്തിനെക്കാട്ടും കുറച്ചൊരു ചൂട് കുറവുണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി ചൂട് കുറവാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവായിരുന്നു ഇവിടെ. കാരണം നമ്മളെ ഫീൽഡ് അതായത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പാർട്ട്മെൻറ്റ്സ് ബുക്ക് ആവുന്നതൊക്കെ വളരെ കുറവായിരുന്നു. സീസൺ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനായി എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഓഗസ്റ്റ് ആയല്ലോ. സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ കുറച്ചും കൂടി നല്ല ബൂമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വിച്ചു എത്തിയിട്ടുണ്ട്. നമുക്ക് ഡ്രൈവേഴ്സ് ചേഞ്ച് ചെയ്യും ഇനി വണ്ടി. അർജുൻ ഡ്രൈവ് ചെയ്യും കേട്ടോ. വിച്ചു സൈഡിൽ കണ്ട് നല്ല പരിചയമുള്ള ടീഷർട്ട്. അഞ്ജുവിന്റെ ടീഷർട്ടോ ഞാൻ ഇട്ട. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു. സോറി വണ്ടി ബാക്കിൽ വന്നിട്ടോ. അപ്പൊ നമുക്ക് വേഗം കയറാം. ഇവിടെ നട്ടി അഞ്ജുവിന് വിശന്നിട്ട് കപ്പലണ്ടി വാങ്ങിക്കാൻ വേണ്ടി ക്യാരി ഫോറിൽ കയറി കപ്പലണ്ടി ഒക്കെ വാങ്ങി വന്നിരിക്കുക. 2 തരുമോ? യെസ്, സോൾട്ടഡ് നട്ട്സ്. അയ്യോ നട്ട്സ് ഇല്ലല്ലോ, ഇത് ശരിക്കും കപ്പലണ്ടി ആണല്ലോ. ഇയാള് പറയുന്നത് അതെ ഞാൻ കാഷ്യൂ നട്ട്സ് ആണ്. പീനട്ട്സ്. MA ലിറ്ററേച്ചർ ചില്ലറ കാര്യമില്ല. നേരെ നമ്മൾ മൂവി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പോയ മൂവി ഡിമോട്ടി കോളനി ആണ് കേട്ടോ. നല്ല സിനിമയായിരുന്നു. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും കണ്ടിട്ടുണ്ട്. ഇവിടെ താഴത്ത് ഇങ്ങനെ അവർ ട്രോളീസൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാം അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ ഒരുമിച്ച് വെക്കുകയാണ് കേട്ടോ. ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ ഓരോന്നൊക്കെ മേടിച്ചിട്ട് കൊണ്ടിട്ടില്ലേ, അതൊക്കെ കളക്ട് ചെയ്ത് അവർ കൊണ്ടുപോകും. വയറ് കുലുങ്ങുന്നുണ്ട്, വയറ് കുലുങ്ങിയിട്ട് വയ്യ. കമ്പനി ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഡെഡിക്കേറ്റഡ് ടീഷർട്ടാണ്. ഒറ്റ ഡ്രസ് മുടിയൊക്കെ മുകളിലേക്ക് കെട്ടി. നല്ല ചൂടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇനി വേഗം പോയിട്ട് കയറട്ടെ. ഏകദേശം 8 മണിക്കാണ് നമ്മളെ ഷോ. ഇപ്പം തന്നെ 8:05 ആയിട്ടുണ്ട്. നമുക്ക് വേഗം പോയി ഷോയ്ക്ക് കയറാം. ഓക്കെ, വേഗം ഓടി തിയേറ്ററിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം തിയേറ്ററിലേക്ക് പോവാണ്. അഡിഗോ അമിഗോസ് ഞാൻ കണ്ടു, റയാനും കണ്ടു കേട്ടോ. ഞങ്ങൾ ഒരുവിധം എല്ലാ പടങ്ങളും ഇറങ്ങുന്ന സമയത്ത് തന്നെ കാണാറുണ്ട്. അത്യാവശ്യം നല്ല പടമാണെങ്കിൽ എന്തായാലും പോയി കാണും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളിതാ ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ അർജുന് ഫേവറേറ്റ് ആണ് പോപ്കോൺ കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അർജുനൊരു പോപ്കോണും പിന്നെ എനിക്ക് കോഫിയും, അമ്മയ്ക്കും കോഫിയും, അഞ്ജുവിനും പോപ്കോൺ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്.
പിന്നെ ഞാൻ ഇവിടുന്ന് ബേൽപൂരി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അബദ്ധമായിരുന്നു, ഞാൻ ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അർജുനാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര അബദ്ധമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എഴുതി കാണിക്കും കേട്ടോ ബോർഡിൽ നമ്മൾ ഏതൊക്കെ ഓർഡേഴ്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ നമുക്ക് പിക്കപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അവിടുന്ന് നേരെ മന്തി കഴിക്കാൻ വേണ്ടി നെഹദി മന്തിയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങളെ ഫേവറേറ്റ് മന്തി സ്പോട്ട് ഏതാ ചോദിച്ചാൽ നെഹദി മന്തിയാണ്. പണ്ട് സംസം ആയിരുന്നു കേട്ടോ, ഇപ്പോൾ സംസമിനെക്കാട്ടി സൂപ്പർ മന്തിയാണ് നെഹദി മന്തിത്തെ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ദേരയിലാണ് വരുന്നത്. ലൊക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് നെഹദി മന്തി ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക, ഇവിടെ മൈനൈസ് കിട്ടും കേട്ടോ മന്തിൻ്റെ കൂടെ. സാധാരണ ഞാൻ ദുബായിൽ കഴിച്ചിട്ടുള്ള മന്തിൻ്റെ കൂടെ ഒന്നും മൈനൈസ് കിട്ടാറില്ല. പിന്നെ നമ്മൾ ടീ കുടിച്ചു, അതിൻ്റെ കൂടെ സ്വീറ്റ് ബോൾസ് ഒക്കെ കഴിച്ചു. എനിക്ക് സ്വീറ്റ് ബോൾസ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് മുരിമുരിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ടേസ്റ്റ്. ഒരു അടിപൊളി ഡിന്നറൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി, പടമൊക്കെ കണ്ടു. പടം ഓക്കെ, നല്ലൊരു പടമായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു ഹൊറർ ത്രില്ലർ പോലത്തെ ഒരു പടമായിരുന്നു, കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. പക്ഷേ ഫസ്റ്റിൻ്റെ അത്ര നല്ലതല്ല കേട്ടോ. സെക്കൻഡ് സമയം ഇപ്പോൾ ഏകദേശം 1 മണി ആവാനായിട്ടുണ്ട്. വേഗം പോയിട്ട് കടന്നിറങ്ങണം. ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.